ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള PTA പ്രസിഡന്റ് യോഗത്തിന്റെ അധ്യക്ഷന് കൂടിയായ ശ്രീ ഷിബു അവറുകൾ ഇന്നത്തെ ഈ മനോഹരമായ ദിവസം ഹലോ മക്കളെ ഒന്ന് അലക്കാതെ 5 മിനിറ്റ് ഒന്ന് അലക്കാതിരിക്കേ. നല്ല കുട്ടികളല്ലേ? നല്ല കുട്ടികളാണോ? അപ്പൊ മിണ്ടാതിരിക്കുമല്ലോ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഈ യോഗം, ഈ പ്രവേശനോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ കൂടിയായ ശ്രീമതി അഞ്ജു അനുഗ്രഹ പ്രഭാഷണം നൽകി അനുഗ്രഹിക്കുന്നതിനായി എത്തിയിരിക്കുന്ന സ്കൂളിന്റെ മാനേജർ ബിനോജ, ഏറെ സ്നേഹമുള്ള നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ നമ്മുടെ സത്താർ അഡ്വക്കേറ്റ് മുജീബ് മെമ്പർ, സ്നേഹമുള്ള നമ്മുടെ കുടുംബത്തിലെ അംഗമാണ് ആയ അഹമ്മദ് മൗലവി അവറുകൾ, സ്നേഹമുള്ള അൻസാരി സാറ്, ഏറ്റവും പ്രിയമുള്ള PTA-യിലെയും MPTA-യിലെയും അംഗങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ഇന്നത്തെ ആഘോഷ പരിപാടികൾക്ക് നിറച്ചാർത്ത് നൽകിക്കൊണ്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുമക്കളെ, ഏറ്റവും സ്നേഹമുള്ള എൻ്റെ സ്കൂൾ കുട്ടികളെ, പ്രിയ മാതാപിതാക്കളെ, നാട്ടുകാരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ്. ചില അപ്പനോട് ചോദിക്കും, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതാണ്? അപ്പോഴപ്പൻ പറയുന്ന ഒരു മറുപടി അമ്മമാർക്കറിയാം. എന്താണ്? ആദ്യത്തെ കുഞ്ഞ് ജനിച്ച് അതറിയുന്ന ഒരു സമയം. അപ്പൊ അതുപോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ പുഞ്ചിരിയുമായിട്ട് കുറേ 100ഓളം കുരുന്നുകൾ പ്രീ പ്രൈമറിയിലും ഒന്നിലുമായിട്ട് ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ഉത്സാഹവും സ്നേഹവും അവരുടെ കണ്ണുകളിലെ ആ ഒരു തീക്ഷ്ണതയും ഒക്കെ നാളെ നമ്മുടെ മുൻപിൽ ഓരോ ഫയലുകളായിട്ട്, ഓരോരോ വലിയ പ്രസ്ഥാനങ്ങളായിട്ട് മാറേണ്ട കുരുന്നുകളാണ്. ഔദ്യോഗികമായി ആദ്യമായി അക്ഷരലോകത്തേക്ക് കടക്കുന്ന ഇവർക്ക് എല്ലാവിധ ഭാവങ്ങളും ആദ്യമേ നേരുകയാണ്. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞുമക്കളെ എങ്ങനെ വളർത്തണമെന്ന് നിശ്ചയിക്കുന്നത് നമ്മളെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളും അധ്യാപകരുമാണ്. നമ്മളത് നിവർത്തി വളർത്തണമോ, ചരിച്ചു വളർത്തണമോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ചുവട്ടിൽ വളർത്തണമോ എന്നൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പൊ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അത് മക്കളെ കുറച്ചുകൂടി അല്പം കൂടി ഒന്ന് അലയ്ക്കാതിരിക്കും. അലയ്ക്കാതിരിക്കുന്നവർക്ക് സമ്മാനമുണ്ട്.
അലയ്ക്കാതെ ഇരിക്കുന്നവർക്ക് സമ്മാനമുണ്ട്. പുഷ്പ ടീച്ചറെ നോക്കി വെക്കണേ, ആരൊക്കെയാണ് അലയ്ക്കാതിരിക്കുന്നത്, സമ്മാനം കൊടുക്കണം. അപ്പോ അവരുടെ ഭാവി നിശ്ചയിക്കപ്പെടുന്നത് നമ്മുടെ കൈകളിലാണ്, പ്രത്യേകിച്ച് അധ്യാപകരുടെ കൈകളിലാണ്. നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച, ഞങ്ങളുടെ മുന്നിലേക്ക് ഏൽപ്പിച്ച അതിന് നിങ്ങളോട് നന്ദിയും കടപ്പാടും, ഞങ്ങളെ വിശ്വസിച്ചതിന് അതിനുള്ള കൃത്യമായിട്ട് ആ വിശ്വസ്തയോടുകൂടി ഞങ്ങൾ അത് ഏറ്റെടുക്കുന്നു. വലിയൊരു ഉത്തരവാദിത്വമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായും അപ്രകാരം തന്നെ മുന്നോട്ട് പോകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി ഉയരുമ്പോഴും വലിയ വലിയ ബഹുമന്ദിരങ്ങളായി കെട്ടിടങ്ങൾ ഉയരുമ്പോഴും കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് വരുന്ന ഒരു പ്രക്രിയ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴും അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളുടെ പ്രവാഹം തുടരുകയാണ്. പൊതുവിദ്യാലയങ്ങളിൽ പൊതുവെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ആരുടെയൊക്കെയോ പ്രാർത്ഥനയും മികവുകളും കൊണ്ടായിരിക്കാം നമ്മുടെ സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല, ഡിവിഷനുകളൊന്നും തന്നെ കുറഞ്ഞിട്ടില്ല. ആവശ്യത്തിലധികം കുട്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഭാവുകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ ഈ പൊതുസമ്മേളനം, ഈ പ്രവേശനോത്സവ പരിപാടികളിൽ അധ്യക്ഷനായിരിക്കുന്നത് ഏറെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റാണ്. ഇന്നലെയും ഏതാണ്ട് 8:30 മണിയോടെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും സജീവമായ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടും ഒരു പോസിറ്റീവ് ക്രിറ്റിസിസം നടത്തിക്കൊണ്ടും സ്കൂളിനെ നയിക്കുന്ന അമരക്കാരനാണ് PTA പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള PTA സംഘം. അപ്പോൾ ഏറ്റവും നിറഞ്ഞ മനസ്സോടെ ഈ വേദിയിലേക്ക്, കുരുന്നുകളുടെ ഈ ലോകത്തേക്ക് അദ്ദേഹത്തെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉദ്ഘാടകയായി എത്തിയിരിക്കുന്നത് ഏറെ ബഹുമാനപ്പെട്ട അഞ്ജു മെമ്പറാണ്. സ്കൂൾ തുറക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആദ്യമായിട്ട് തൊഴിലുറപ്പുകാരുടെ സേവനം ആവശ്യപ്പെട്ടു. എല്ലാ സ്കൂളുകളിലും ഒരു ദിവസത്തെ തൊഴിലുറപ്പുകാരുടെ സേവനം നൽകിയപ്പോൾ എനിക്കിവിടെ 3 ദിവസത്തെ സേവനം അവർ നൽകി. ഇനിയും എന്ത് ചെയ്യാനുമുള്ള ഒരു സന്നദ്ധത മെമ്പറുടെ ഭാഗത്തു നിന്നുണ്ട്. വിളിക്കുന്ന എല്ലാ മീറ്റിങ്ങുകളിലും മെമ്പർ പങ്കെടുക്കുന്നുണ്ട്, വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. സ്കൂളിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഉറപ്പുവരുത്തി മെമ്പർ അത് ഉറപ്പുവരുത്തി വിളിച്ച് ചോദിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ ഈ കുടുംബത്തിലേക്ക് അഞ്ജു മെമ്പറെ നിങ്ങളെല്ലാവരുടെയും നാമധേയത്തിൽ സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മാനേജർ അച്ഛൻ ഈ വർഷം ഒരു ശകലം നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾ സാധിച്ചു. നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ കണ്ടു കാണും, ആ ഇറങ്ങി വരുന്ന ഭാഗത്തെ പഴയ ആ ഇന്റർലോക്കൽ എല്ലാം മാറ്റി ഇനി അത് പോളിഷ് ചെയ്യണം. അപ്പൊ അതിനൊക്കെ ചുക്കാൻ പിടിച്ച് എല്ലാം എന്ത് കുറവ് എന്തൊക്കെയാണെന്ന് നോക്കി നമ്മോടൊപ്പം ആയിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഈ ഭവനത്തിന് വേണ്ടി, വീടിന് വേണ്ടി എല്ലാ ക്രമീകരണം, താഴെ LP ബ്ലോക്കിൽ ഒരൽപ്പം ചെടി കെട്ടുന്ന കോൺക്രീറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം കോൺക്രീറ്റ് ചെയ്തു. അപ്പൊ ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട മാനേജർ വിനോദത്തിന് നിറഞ്ഞ മനസ്സോടെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ PTA പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഈ സ്കൂളിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്നത്. ഒരുപാട് വേദികളിൽ എത്ര പറഞ്ഞാലും തീരില്ല അദ്ദേഹത്തെ കുറിച്ച്. ഞങ്ങൾ ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയ കാര്യം അതൊക്കെ ഓർമ്മിക്കുകയാണ്. അത് ആർക്കും അറിയില്ലെങ്കിലും അതൊക്കെ ഓർമ്മിക്കുകയാണ്. അത്രയും ഒരു തുറന്ന നിറഞ്ഞ മനസ്സോടെ വരാമെന്ന് സമ്മതിച്ചു വന്ന അദ്ദേഹത്തെ ഏറെ നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ എല്ലാവരുടെയും നാമധേയത്തിൽ PTA പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ശ്രീ അഹമ്മദ് മൗലവി അത്രയ്ക്കും ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന മികവുകളുണ്ട്, ഇന്ന കാര്യങ്ങൾ പോസിറ്റീവാണ്, കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുകയും നമ്മുടെ വളർച്ചയുടെ പന്ഥാവിൽ എന്ന് നമ്മോടൊപ്പം ആയിരിക്കുകയും PTA അതിശക്തമായ ശബ്ദമായി ഒരു പോസിറ്റീവ് ക്രിറ്റിസിസമായി എപ്പോഴും ഒരു കൺസ്ട്രക്റ്റീവ് മൈൻഡോടുകൂടി നമ്മോടൊപ്പം ആയിരിക്കുന്ന ഏറെ ബഹുമാനമുള്ള മൗലവി അവരുകളെ ആദരവോടുകൂടി നിങ്ങളെല്ലാവരുടെയും നാമധേയത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയമുള്ളവരെ, വേദിയിലായിരിക്കുന്ന അൻസാരി സാറിനെ പ്രത്യേകമായി
പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സാറ് ഈ പറയും പോലെ പ്രിയമുള്ളവരെ സ്വാഗതം ആശംസിക്കുമ്പോൾ പറയാതിരിക്കാൻ കഴിയാത്ത രണ്ട് വ്യക്തിത്വങ്ങളെ പറയാൻ